ചാണക്യന്റെ വീക്ഷണത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതവും ആനന്ദപൂർണവും സമ്പൽ സമൃദ്ധവുമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പുരാതന ഭാരതത്തിലെ മഹാനായ ആചാര്യനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന ചാണക്യൻ ഒരു വ്യക്തിയുടെ വിജയത്തിനും അഭിവൃദ്ധിക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നു. ചാണക്യനീതി അനുസരിച്ച് അതിരാവിലെ ഉണരുന്നത് ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവുമായ നിരവധി അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിയുന്നു. വിശ്വാസത്തിലും ആയുർവേദത്തിലും ഏറെ പ്രാധാന്യത്തോടെ കണക്കാക്കപ്പെടുന്ന ഒരു പുണ്യ സമയമാണ് ബ്രഹ്മമുഹൂർത്തം. സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുമ്പുള്ള, കൃത്യമായി പറഞ്ഞാൽ 1 മണിക്കൂർ 36 മിനിറ്റ് ദൈർഘ്യമുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം. സൂര്യോദയത്തിന് മുമ്പുള്ള ഈ സമയത്ത് ഉണരുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ചാണക്യൻ പറയുന്നു. ശാസ്ത്രീയമായും ഈ സമയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഒരു ദിവ്യ സമയമാണെന്ന് ചാണക്യൻ പറയുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിലൂടെ ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയും ഉന്മേഷവും നിലനിർത്താൻ സാധിക്കുമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. ഇത് വ്യക്തികളെ അവരുടെ ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഈ സമയത്ത് ഉണരുന്നത് ഒരു വ്യക്തിയുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും ദിവസം മുഴുവൻ ക്രിയാത്മകമായ മനോഭാവം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ അന്തരീക്ഷം ശുദ്ധവും പ്രാണവായു നിറഞ്ഞതുമായിരിക്കും. ഈ സമയത്ത് ഉണരുന്നത് ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കുന്നു. ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഈ സമയത്ത് തലച്ചോറ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. അതിരാവിലെ ഉണർന്ന് തങ്ങളുടെ ജോലികളിൽ ഏർപ്പെടുന്നവരിൽ ലക്ഷ്മി ദേവി പ്രസാദിക്കുമെന്നും അവർക്ക് ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ലെന്നും ചാണക്യനീതിയിൽ പറയുന്നു. കൃത്യസമയത്ത് ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകുന്നു. ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണമെന്ന് ആചാര്യ ചാണക്യൻ ഉപദേശിക്കുന്നു. ഈ ശീലം ഒരു വ്യക്തിയെ തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കാൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ ചാണക്യന്റെ അഭിപ്രായത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് കേവലം ഒരു ശീലം മാത്രമല്ല, മറിച്ച് വിജയകരവും സന്തുഷ്ടവുമായ ഒരു ജീവിതത്തിലേക്കുള്ള താക്കോലാണ്. ഈ സമയത്തെ പ്രകൃതിയിലെ പോസിറ്റീവ് എനർജി ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ഉന്നതിക്ക് കാരണമാകുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പുരാണങ്ങളിലും വേദങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. ബ്രഹ്മമുഹൂർത്തവും സമ്പൽ സമൃദ്ധിയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണ് ഉള്ളത്. ഇത് കേവലം ഒരു അന്ധവിശ്വാസമല്ല, മറിച്ച് ആത്മീയവും പ്രായോഗികവുമായ തലങ്ങളിൽ ശക്തമായ അടിത്തറയുള്ള ഒരു ആശയമാണ്. സമ്പത്ത് എന്നത് പണം മാത്രമല്ല, ആരോഗ്യം, സന്തോഷം, സമാധാനം, വിജയം എന്നിവയെല്ലാം ചേർന്ന സമഗ്രമായ ഐശ്വര്യമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് ഈ എല്ലാ തരത്തിലുമുള്ള സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രപഞ്ചത്തിൽ സാത്വികമായ ഊർജത്തിന്റെ അഥവാ പോസിറ്റീവ് എനർജിയുടെ പ്രവാഹം ഏറ്റവും കൂടുതലായിരിക്കും. ഈ സമയത്ത് ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു കാന്തം പോലെ ഈ പോസിറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്യുന്നു. ഈ ഊർജം നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ശുദ്ധീകരിക്കുകയും ഐശ്വര്യത്തെയും നല്ല അവസരങ്ങളെയും നമ്മളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് ചാണക്യൻ പറയുന്നു. ശാന്തമായ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മളിൽ സ്വാഭാവികമായി ഒരു കൃതജ്ഞതാ മനോഭാവം ഉണ്ടാക്കുന്നു. ഉള്ളതിന് നന്ദി പറയുന്ന ഒരു മനസ്സിലേക്ക് കൂടുതൽ ഐശ്വര്യം ഒഴുകിയെത്തുമെന്ന് ആധുനിക മനഃശാസ്ത്രവും പറയുന്നുണ്ട്. വിശ്വാസങ്ങൾക്കപ്പുറം
ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്നതിന് വളരെ യുക്തിസഹമായ കാരണങ്ങളുമുണ്ട്. മറ്റുള്ളവർ ഉണരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ദിവസത്തിൽ 1-2 മണിക്കൂർ അധികം ലഭിക്കുന്നു. തിരക്കുകളോ ശല്യങ്ങളോ ഇല്ലാത്ത ഈ സമയം അന്നത്തെ ദിവസത്തെ ജോലികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ ഉപയോഗിക്കാം. നന്നായി ആസൂത്രണം ചെയ്ത ഒരു ദിവസം കൂടുതൽ ഫലപ്രദമായിരിക്കും. ഇത് നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും മികച്ച ഫലങ്ങൾ നൽകും. അത് സ്വാഭാവികമായും സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. ബ്രഹ്മമുഹൂർത്തത്തിൽ മനസ്സ് ഏറ്റവും ശാന്തവും ഏകാഗ്രവുമായിരിക്കും. ഈ സമയത്ത് ചെയ്യുന്ന ജോലികൾക്ക് കൂടുതൽ ഗുണമേന്മയുണ്ടാകും. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇത് നിങ്ങളുടെ കരിയറിലെ വളർച്ചയ്ക്കും അതുവഴി സാമ്പത്തിക നേട്ടത്തിനും വഴിയൊരുക്കും. സമ്പത്ത് ഉണ്ടാക്കുന്നതിലും നിലനിർത്തുന്നതിലും ശരിയായ തീരുമാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ശാന്തവും വ്യക്തവുമായ മനസ്സോടെ ദിവസം ആരംഭിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലും നിക്ഷേപങ്ങളിലും തൊഴിൽപരമായ കാര്യങ്ങളിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇത് നഷ്ടങ്ങൾ ഒഴിവാക്കുവാനും ലാഭം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് കൂടുതൽ ഊർജത്തോടെ ജോലി ചെയ്യാൻ സാധിക്കും. രോഗങ്ങൾ കുറയുന്നതിലൂടെ ചികിത്സാ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുവാനും സാധിക്കും. ഈ 2 വഴികളിലൂടെയും ആരോഗ്യം സമ്പാദ്യമായി മാറുന്നു. എല്ലാ ദിവസവും അതിരാവിലെ ഉണരുക എന്നത് വലിയൊരു അച്ചടക്കത്തിന്റെ ഭാഗമാണെന്ന് ചാണക്യൻ പറയുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രകൃതിയുടെ സ്വാഭാവികമായ താളവുമായി സമന്വയിപ്പിക്കുന്ന ഒരു സമഗ്രമായ ആരോഗ്യ പരിപാലന രീതിയാണ്. ആയുർവേദത്തിലും യോഗശാസ്ത്രത്തിലും ഇതിന് അതീവ പ്രാധാന്യം നൽകുന്നു. ഇതിന്റെ ഗുണങ്ങൾ ശാരീരികവും മാനസികവുമായ തലങ്ങളിൽ വ്യക്തമായി അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ അന്തരീക്ഷം ഏറ്റവും ശുദ്ധമായിരിക്കും. രാത്രി മുഴുവൻ സസ്യങ്ങൾ പുറത്തുവിട്ട ഓക്സിജൻ ഈ സമയത്ത് അന്തരീക്ഷത്തിൽ ധാരാളമായി ഉണ്ടാകും. ഈ സമയത്ത് നാം ശ്വസിക്കുന്ന വായു ഏറ്റവും ശുദ്ധമായിരിക്കും. ഇത് ശരീരത്തിലെ ഓരോ കോശത്തിനും ഉണർവും ഊർജവും നൽകുന്നു. ദിവസം മുഴുവൻ ക്ഷീണമില്ലാതെ പ്രവർത്തിക്കാൻ നമുക്കിത് സഹായകമാകുന്നു. ആയുർവേദ പ്രകാരം ബ്രഹ്മമുഹൂർത്തം വാതദോഷത്തിന്റെ സമയമാണ്. വാദം ശരീരത്തിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഈ സമയത്ത് ഉണരുന്നത് കുടലിന്റെ ചലനങ്ങളെ ഉത്തേജിപ്പിക്കുകയും മലമൂത്ര വിസർജനം സുഗമമാക്കുകയും ചെയ്യുന്നു. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളെയും മാലിന്യങ്ങളെയും കൃത്യമായി പുറന്തള്ളുന്നത് നിരവധി രോഗങ്ങളെ തടയാൻ സഹായിക്കും. ഇത് ദഹന വ്യവസ്ഥയെ ക്രമപ്പെടുത്തുകയും ഉദര സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് ഒരു സ്വാഭാവികമായ ജൈവ ഘടികാരമുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് ഈ ഘടികാരത്തെ കൃത്യമായി ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ ഹോർമോണിന്റെ ഉൽപാദനം കുറയുകയും നമ്മെ ഉണർവോടെയും ഊർജ്ജസ്വലതയോടെയും നിലനിർത്തുന്ന കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണിന്റെ അളവ് സ്വാഭാവികമായി വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണിത്. ഇത് കൃത്യമായി അലാറം വെച്ച് ഞെട്ടി ഉണരുന്നതിന്റെ സമ്മർദ്ദം ഒഴിവാക്കുകയും ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു. കൃത്യസമയത്ത് ഉണരുകയും ശരീരത്തിന് ആവശ്യമായ വ്യായാമം, യോഗ, സൂര്യനമസ്കാരം പോലുള്ളവ ചെയ്യുകയും ചെയ്യുന്നത് രോഗപ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. ശരീരത്തിന്റെ സ്വാഭാവിക താളം നിലനിർത്തുന്നത് വഴി രോഗാണുക്കളോടുള്ള ശരീരത്തിന്റെ പ്രതിരോധം ശക്തമാകും. രാത്രിയിലെ വിശ്രമത്തിന് ശേഷം തലച്ചോറ് ഏറ്റവും ഉന്മേഷത്തോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ മനസ്സ് ഒരു തെളിഞ്ഞ കണ്ണാടി പോലെയായിരിക്കും. ശാന്തമായ അന്തരീക്ഷം പുതിയ ആശയങ്ങൾക്കും ചിന്തകൾക്കും പ്രചോദനമാകും. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സർഗാത്മകത ഉണരും. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും പുതിയ പ്രൊജക്റ്റുകൾ ആസൂത്രണം ചെയ്യുന്നവർക്കും ഏറ്റവും മികച്ച ആശയങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണിത്. സമാധാനപരമായ ഒരു പ്രഭാതം ദിവസം മുഴുവൻ പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടാണ് നൽകുന്നത്. ദിവസത്തെ ശാന്തമായി ആസൂത്രണം ചെയ്യുവാനും വെല്ലുവിളികളെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കുവാനും ഈ സമയം സഹായിക്കും. അതിരാവിലെ ഉണർന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ദിവസത്തെ ഞാൻ നിയന്ത്രിക്കുന്നു എന്ന ഒരു തോന്നൽ നൽകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത്
കേവലം ഒരു ശീലമല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഇത് ശരീരത്തെ ശുദ്ധീകരിക്കുകയും ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്നതിനൊപ്പം മനസ്സിനെ ശാന്തമാക്കുകയും ഏകാഗ്രമാക്കുകയും പോസിറ്റീവ് ചിന്തകളാൽ നിറയ്ക്കുകയും ചെയ്യുന്നു. ഈ ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ ശാരീരികവും മാനസികവുമായ തലങ്ങളിൽ സമഗ്രമായ ഒരു ആരോഗ്യം കൈവരിക്കാൻ സാധിക്കും. വേദങ്ങളിലും പുരാണങ്ങളിലും ആയുർവേദത്തിലും ഒരുപോലെ വാഴ്ത്തപ്പെട്ട പ്രപഞ്ചത്തിന്റെ സ്പന്ദനങ്ങളുമായി മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ഒരു സവിശേഷ സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മം എന്ന വാക്കിന് പരമമായ ജ്ഞാനം അഥവാ സൃഷ്ടാവ് എന്നും മുഹൂർത്തം എന്നതിന് സമയം എന്നുമാണ് അർത്ഥം. ഉണർന്ന ഉടൻ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇഷ്ടദൈവത്തെ സ്മരിക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ദിവസം നൽകിയതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുകയോ ചെയ്യുക. ഈ ശീലം ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലും അച്ചടക്കം കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്നു. ഓരോ ദിവസവും അതിരാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ആ ദിവസത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം നിങ്ങൾ പൂർത്തിയാക്കുന്നു. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വലിയ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് സമ്പത്ത് ആകർഷിക്കുവാനുള്ള ഒരു കുറുക്കുവഴിയല്ല, മറിച്ച് സമ്പത്ത് സൃഷ്ടിക്കുവാനും നിലനിർത്താനും ആവശ്യമായ ശാരീരിക, മാനസിക, ആത്മീയ സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു ജീവിത രീതിയാണ്. ഇത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടാൻ സഹായിക്കുന്ന ഒരു ആത്മീയ സാധനയും അതോടൊപ്പം കൂടുതൽ ഉൽപാദനക്ഷമതയിലൂടെയും മികച്ച തീരുമാനങ്ങളിലൂടെയും ജീവിത വിജയം കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക മാർഗവുമാണ്. ചുരുക്കത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ നടത്തുന്ന ഏറ്റവും മികച്ച ഒരു നിക്ഷേപമാണ്. അതിൻ്റെ ലാഭം ആരോഗ്യം, സന്തോഷം, സമ്പൽ സമൃദ്ധി എന്നിവയുടെ രൂപത്തിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന് ചാണക്യൻ പറയുന്നു.